ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ എന്തൊക്കെയുണ്ട്, സുഖമല്ല എല്ലാവർക്കും? പിന്നെ ഇന്ന് ഫ്രൈഡേ ആണ് കേട്ടോ. അപ്പോൾ ഫ്രൈഡേ നമുക്ക് എന്തൊരു ബീഫ് ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ പെരുന്നാൾക്ക് കിട്ടിയിട്ടുള്ള ബീഫൊക്കെ എല്ലാവർക്കും തീരുമാനമായോ? ഞങ്ങളുടെ ഏതായാലും ഇന്നത്തോടു കൂടി തീരുമാനമാവട്ടോ. ഇന്ന് ലാസ്റ്റാണ്. അപ്പോൾ നമുക്ക് ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ബിരിയാണി വെക്കുകയാണ് കേട്ടോ. കാരണം പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ ബീഫ് ചെറുതാക്കിയിട്ടാണ് കേട്ടോ മുറിച്ചിട്ടുള്ളത്. കാരണം അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ബിരിയാണിക്കുള്ള കഷ്ണമൊന്നും അല്ല കേട്ടോ. പക്ഷേ നല്ലോണം ബീഫ് ബാക്കിയുള്ളതൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അത്യാവശ്യം ബീഫ് തന്നെ ഉണ്ട് കേട്ടോ. നമുക്കിപ്പോൾ കുറച്ച് ദിവസമായിട്ട് എന്നും ബീഫ് തന്നെയാണ്. ഒരു ദിവസം മാത്രമേ ഞങ്ങൾ ചിക്കൻ വാങ്ങിയില്ലേ. പിന്നെ ലാസ്റ്റൊക്കെ ആയപ്പോൾ നമ്മൾ ബീഫ് പൊടിച്ച്, അതായത് ഇടിച്ചിട്ടുള്ള ബീഫ് ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കൽ തുടങ്ങിയിട്ട് അത് പിന്നെ നമുക്ക് നല്ല രസമായിട്ട് കഴിക്കാം കേട്ടോ. ഇടിച്ചിട്ടുള്ളത് മറ്റേത് എത്ര ആയാലും നമ്മൾ എത്ര ശ്രദ്ധിച്ച് കഴിച്ചാലും ഭയങ്കര ഒരു ഇതായിരുന്നു കേട്ടോ. ബീഫ് കഴിക്കുമ്പോൾ, കൂടുതൽ കഴിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഫ്രൈഡേ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കഴിക്കണ പോലല്ലല്ലോ. നമ്മൾക്കിത് എന്ന് സ്ഥിരമായിട്ട് ബീഫ് തന്നെ അല്ലായിരുന്നു. ബീഫ് കിട്ടിയാൽ എന്ന് ബീഫ് ആയോണ്ടല്ലേ രസമുണ്ടായി. പിന്നെ അതിലേക്ക് ഞാൻ ചമ്മന്തിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. ബിരിയാണിക്ക് ഞാൻ ചമ്മന്തിയാണ് ഉണ്ടാക്കിയത്. ചമ്മന്തി തൈര് കേട്ടോ. ഇത് നല്ലൊരു കോമ്പിനേഷൻ ആണല്ലോ. എന്താ പറയുക, ചമ്മന്തി ഇഞ്ചി വെളുത്തുള്ളി അതേപോലെ മല്ലിയില മുളക് ഇതിലിടണം കേട്ടോ. ഞാനത് വീഡിയോയിൽ കാണിക്കുന്നുണ്ട്, പറയാൻ മറന്നുപോയി കേട്ടോ. സുർക്ക ഉണ്ടല്ലോ, സുർക്ക. അപ്പോൾ ആ സുർക്കൊക്കെ ഒഴിച്ചിട്ടുള്ളൊരു നല്ലൊരു ചമ്മന്തി കേട്ടോ. നല്ല പേസ്റ്റ് രൂപത്തിലാവണം കേട്ടോ, എന്നാലും അതിൻ്റെ ഒരു ടേസ്റ്റ് ഉള്ളൂ കേട്ടോ. പിന്നെ തൈരും ഉണ്ടാക്കിയിരുന്നു കേട്ടോ. പിന്നെ അവർ പള്ളിയിൽ പോയി വന്നതിന് ശേഷം ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വീഡിയോ എടുത്ത് തരികയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ചോറിനേക്കാളും ഇതിലും ബീഫാണ് കേട്ടോ കൂടുതലുള്ളത്. ചെറിയ ചെറിയ പീസാണെങ്കിലും നല്ലോണം ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് മാങ്ങ ഉണ്ടായിരുന്നു, പിന്നെ സവനപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെ കാത്തിക്കാതെ ബാവ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടോ. ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ വെച്ച് വിളമ്പിയതായിരുന്നു. പക്ഷേ ഞങ്ങൾ വീഡിയോ എടുക്കലൊക്കെ ആയപ്പോൾ ബാവ കഴിച്ചു തീർത്തു. പിന്നെ ഞാനും കുഷിനിയും കൂടെയാണ് കേട്ടോ ഭക്ഷണം കഴിച്ചത്. പിന്നെ സോനും പൊന്നും എന്ന് പറഞ്ഞാൽ സോനും സ്കൂൾക്ക് പോയി, പൊന്നും എക്സാം ഉണ്ട്. അപ്പോൾ എക്സാമിന് പോയിട്ടോ. പിന്നെ ഞങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ ഇവിടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.